ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഊണാണ്. വെറും 2 കറികൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ തോരനും രസവും പപ്പടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിക്കുക. എല്ലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പാനിൽ നമ്മളിപ്പോൾ എടുത്തു വെച്ച ചിക്കൻ ഇടാം. ഇതിൽ 2 പച്ചമുളക്, 2-3 എണ്ണം ചേർക്കാം എരിവ് പോലെ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും, അതിനകത്ത് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഈ തോരലിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, കൊച്ചുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 25 ചെറിയ ഉള്ളി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിന് പകരം സവാള ആയാലും കുഴപ്പമില്ല, പക്ഷേ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. പിന്നെ ഇത് തുറക്കുമ്പം ഒത്തിരി വെള്ളം ബാക്കിയുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണേ. ഇതിനകത്ത് അധികം വെള്ളമില്ല കണ്ടോ, ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതുപോലൊരു മൺചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനോ വയ്ക്കാം. അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതലും നല്ലത് കേട്ടോ, നാടൻ ടേസ്റ്റ് വരും. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളി നല്ലോണം വാടി വരണം. അപ്പോൾ ഈ ഉള്ളി നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. ഇതിൻ്റെ നിറം ഒന്നും മാറണ്ട കേട്ടോ, ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇത്ര ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചപ്പങ്ങ് മാറണം. ഇനി ഇതിൽ ഒരു 2 പിടി തേങ്ങ ചേർക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവി അതിനകത്തുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരല്പം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വയ്ക്കണം. ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത മസാലകളുടെ ആ ഒരു ഫ്ലേവറും കൂടി വന്നാൽ മതി. അപ്പോൾ ചിക്കൻ നമ്മൾ ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മതി, ഏകദേശം റെഡിയാണ്. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് ചേർക്കുന്ന കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമാണ് എരിവിനായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് തോരനായാലും നല്ല എരിവോടുകൂടി കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കുരുമുളകിൻ്റെയൊക്കെ അളവ് കൂടുതൽ ഇട്ടാൽ മതി. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ലാസ്റ്റ് ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂണും കൂടി കുരുമുളക് പൊടിയും കുറച്ച് എണ്ണ, പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മുറിച്ചിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇതുപോലെ തന്നെ അങ്ങ് അടച്ചു വയ്ക്കുക. നമ്മൾ അവസാനം ചേർത്ത ആ പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു ടേസ്റ്റും ഒക്കെ ആ ഒരു ഫ്ലേവർ ഒന്നും കൂടി അതിനകത്തോട്ട് വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് രസം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു 4 ചെറിയ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി, 4-5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തക്കാളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കായം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ കട്ടിക്കായേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. പൊടിയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിന് കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം. ഇനി ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിടാം. 1/4 ടീസ്പൂൺ തന്നെ ഉലുവയും ചേർക്കാം. ഇനി ഇതിൽ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇടാം. ഇത് മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി.
പച്ചമുളകും തക്കാളിയും ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. തക്കാളിയൊന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് എല്ലാം ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. കുരുമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചതും കൂടി ഒഴിക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതിനകത്തേക്ക് കായം ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഈ രസം ഒരുപാട് സമയമിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ രസം റെഡിയാവുന്ന സമയം കൊണ്ട് പപ്പടം കൂടി വറുത്തെടുക്കാം. അപ്പോൾ അതേ രസം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നു. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയത്ത് കായൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ ഊണ് റെഡി. നല്ല ചൂട് ചോറ്, രസം, ചിക്കൻ തോരൻ, പപ്പടം. നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. ബൈ.